നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വമാണ് ഇന്ന് JB ജംഗ്ഷനിൽ അതിഥിയായി വരുന്നത്. തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ ജനിച്ച് ഒരു സാധാരണ ഇസ്ലാം കുടുംബത്തിൽ നിന്ന് ഹിമാലയ സാനുക്കളിലേക്ക് പ്രയാണം ചെയ്ത് ഇന്ന് ഇന്ത്യൻ ആത്മീയ ചക്രവാളത്തിൽ ഉരുത്തിരിയുന്ന ശ്രീ എമ്മിനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ എം, എനിക്കൊരു ചെറിയൊരു പരിഭ്രമമുണ്ട്. ഒരുപാട് ആൾക്കാരെ ഞാൻ ഈ സീറ്റിലിരുത്തിയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഉരുപ്പടിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയാനില്ല. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധങ്ങളിലൊന്ന് താങ്കളുടെ വിനയമാണ്. അതിനു മുമ്പിലാണ് ഞാൻ പകച്ചു പോകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഞാൻ താങ്കളെക്കുറിച്ച് ഒരുപാട് വായിച്ചു, കേട്ടറിഞ്ഞു, കണ്ടറിഞ്ഞു. കുറച്ചു കാലമായിട്ട് ഞാൻ താങ്കളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കിപ്പോഴും താങ്കളൊരു പ്രഹേളിയാണ്, ഒരു എനിഗ്മയാണ്. ശ്രീ എം എങ്ങനെയാണ് ശ്രീ എമ്മിനെ കാണുന്നത്? ഞാൻ എന്നെ കാണുന്നു, ഈ ശ്രീ എം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ ഞാൻ ജനിച്ചത്, എൻ്റെ പേര് ജനിച്ചപ്പോൾ കൊടുത്തത് മുംതാസ് അലി എന്നാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം എം ആണ്. പിന്നെ എൻ്റെ ഗുരുനാഥൻ മഹേശ്വരനാഥ് ബാബാജിയാണ്. അദ്ദേഹത്തിൻ്റെ പേരും ആദ്യം എം എന്നാണ്. അത് കൂടാതെ ഞാൻ ഒരു മനുഷ്യനായിട്ടാണ് എന്നെ കാണുന്നത്. ഇതെല്ലാം മാറ്റി നിർത്തി ഒരു മനുഷ്യൻ. താങ്കൾക്ക് വേറെ എമ്മും കൂടെ ഉണ്ട്. താങ്കളെ മധു എന്നല്ലേ അദ്ദേഹം? അതെ, അത് ഞാൻ പറയാം, ഓർപ്പിച്ചത്. മധുഹർ നാഥ് എന്നെ നാത്ത് സമ്പ്രദായത്തിലോട്ട് ദീക്ഷ തന്നപ്പോൾ അദ്ദേഹം എന്നെ മധുകർ നാഥ് എന്ന പേര്, ഇപ്പോൾ മധു എന്ന് വിളിച്ചിരുന്നു. അതും ഒരു എം ആണ്. അപ്പോൾ അങ്ങനെ ഒരു എം ആയിട്ട് ഇപ്പോൾ ചിലർ എന്നെ എം എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ചിലർ പറഞ്ഞു അങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കാതെ വെറുതെ എം എന്ന് വിളിച്ചുകൂടാ. ഞാനല്ല പറഞ്ഞത്. അപ്പോൾ മിസ്റ്റർ എം എന്നാക്കി. അപ്പോൾ ഈ മിസ്റ്റർ എം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ജെയിംസ് ബോണ്ടിൻ്റെ മറ്റേ സീക്രട്ട് ബോസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, എം എന്ന് വിളിച്ചാൽ മതി. എങ്കിൽ പിന്നെ ശ്രീ എം എന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ ശ്രീ എം വന്നത്. പക്ഷെ താങ്കളെന്നുള്ളൊരു അക്ഷരം ഇപ്പോൾ പെട്ടെന്ന് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മാർക്കറ്റിംഗ് സ്കില്ലിന് അതിൻ്റെ പുറകിലുണ്ടോ? എനിക്ക് മാർക്കറ്റിംഗ് സ്കില്ലൊന്നുമില്ല. കൂടെയുള്ളവർക്കുണ്ടോ? ഉണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് മാർക്കറ്റിംഗ് സ്കില്ലൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, ഞാൻ ജനിച്ച ഒരു റിലിജിയനിൽ നിന്നും പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്തതും സ്റ്റഡി ചെയ്തതും അണ്ടർസ്റ്റാൻഡ് ചെയ്തതും വേദാന്തവും ഒക്കെ ആയതുകൊണ്ട് അതൊരു അട്രാക്ഷൻ. പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. സാധാരണ ഗുരു എന്നൊക്കെ പറയുമ്പം ഒരു ചെറിയ വേഷമൊക്കെ ഞാൻ സാധാരണ മുണ്ടും ഷർട്ടും, പുറത്ത് പോകുമ്പോൾ പാൻസും ഷർട്ടും ഒക്കെ ഇട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾക്ക് തോന്നും, അപ്പോൾ ഇങ്ങനെയുള്ളൊരു മനുഷ്യനും ഇതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്ത. അത് മാത്രമല്ല, താങ്കൾക്കൊരു ഭാര്യയുണ്ട്, 2 മക്കളും ഉണ്ട്. ഒരു ഫാമിലി മാനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുമോ? പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത്. ഞാൻ അവരോട് പറയാറുണ്ട്, ശരിക്കും സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ ഉണ്ടല്ലോ, അതിനെ ഒന്ന് ശരിക്കും നോക്കി അതിനൊന്ന് കട്ട് ചെയ്ത് നേരെ ചൊവ്വയാക്കി കൊണ്ടുവരുന്നതാണ് ഫസ്റ്റ്. അല്ലാതെ കാറ്റി പറക്കാനോ. താങ്കളുടെ കുടുംബ ഫോട്ടോ ഏത്? അതെ, പഴയത് എടുത്തതാണ്. ഞങ്ങൾ ഹിമാലയത്തിൽ ഒന്നിച്ചു പോയപ്പോൾ എടുത്ത ഫോട്ടോ. തുങ്കനാഥിൻ്റെ താഴെയാണിത്, ഈ ഫോട്ടോ. താങ്കളൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഭാര്യ ഒരു ബ്രാഹ്മൺ വനിതയാണ്. അതെ, അത് ബ്രാഹ്മൺ വനിത എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് ഒന്നും അല്ല. എനിക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ വളരെ ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ ഇഷ്ടമല്ല. അപ്പോൾ പോയാൽ ഇതിപ്പോൾ തുങ്കനാഥ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഹിമാലയം ആയതുകൊണ്ടാണ് പോണത്. അകത്ത് പോകണമെങ്കിൽ മിക്കവാറും ഞാൻ അകത്ത് പോകും, അവർ വെളിയിൽ നിൽക്കും. ഇതാണ് സിറ്റുവേഷൻ. സാധാരണ നേരെ തിരിച്ചാ ഉണ്ടാവേണ്ടത്. പക്ഷേ ഇതിങ്ങനെയാണ്. കൃഷ്ണമൂർത്തിയുടെ ഇൻഫ്ലുവൻസും പല കാര്യങ്ങളും. അവരുടെ പേരൻസും അത്ര ഓർത്തഡോക്സ് അല്ലായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അല്ല, ഞാൻ താങ്കളൊരു പ്രഹേളിയാണെന്ന് പറയാൻ കാരണം എന്നത് ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാനൊരു സാധാരണ മാധ്യമ പ്രവർത്തകനാണ്. ഒരു 1/4 നൂറ്റാണ്ടായിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ നിരീക്ഷിക്കുകയാണ്.
അപ്പോൾ ഞാൻ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് ഒരു കടങ്കഥയായി താങ്കൾ മാറുന്നത്, ഒന്ന് ഇന്ത്യയുടെ ഒരു ആത്മീയ ചക്രവാളത്തിൽ വൈകി ഉദിച്ച ഒരാളാണ് താങ്കൾ. പക്ഷെ നേരത്തെ ഉദിക്കാമായിരുന്നു, ഉദിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വന്നിട്ട് അധികകാലമായില്ല, വർഷങ്ങളായി, പക്ഷെ അധികകാലമായില്ല. രണ്ട്, താങ്കൾ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു മുസ്ലിം നാമകാരിയായിട്ട് മുസ്ലിം യുവാവായിട്ട് ജീവിച്ചതാണ്. ചെറുപ്പത്തിൽ ഒരുപാട്, ഞാനിത് വെറുതെ പറയുന്നതാണ് കേട്ടോ, അതിനകത്ത് ഒരുപാട് ശരിയും തെറ്റുമൊക്കെ ഉണ്ടാകും. ചെറുപ്പത്തിലെ പലതരം വൈരുദ്ധ്യങ്ങളും താങ്കൾ കാണുന്നു. വേണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ചെറിയ വട്ടമുണ്ടോ ശ്രീ എമ്മിന് എന്ന് പോലും ആലോചിച്ചേക്കാം. അങ്ങനെ വഞ്ചിയൂരുള്ള മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഹിമാലയത്തിൻ്റെ കൊടുമുടിയിലേക്ക് താങ്കൾ പോകും. അവിടെ ഗുഹാ ജീവിതം മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഇത് കൺഫ്യൂഷനാണോ അതെയോ ഇത് ഒരു ചേണിങ് ആണോ? ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഇറ്റ് ആക്ച്വലി. ഞാനൊന്ന് പറയട്ടെ. പറയും. ഈ ഭ്രാന്താണോ എന്ന് ചോദിച്ചില്ല, വട്ടാണോ എന്ന് ചോദിച്ചില്ല. ഇതെന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. വാസ്തവം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ഒരു ഫീൽഡിൽ ക്രിയേറ്റീവായിട്ട് ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ പബ്ലിക് വട്ടാണെന്ന് പറയും. അത് നോർമലാണ്. മിക്കവാറും ചിലർ എൻ്റെ അടുത്ത് ചില ആളുകൾ വന്നിട്ട് പറയും ഇന്ന ആൾ സ്കിസോഫ്രെനിക്കാണ്. അപ്പം ഞാൻ ചോദിച്ചു സ്കിസോഫ്രെനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്റ് ബ്രെയിനാണ്. ഞാൻ ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയ്ക്ക് ചെറിയൊരു സ്പ്ലിറ്റ് ബ്രെയിൻ ഇല്ലാത്ത ആളുകളുണ്ടോ എവിടെയെങ്കിലും? എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഡബിൾ പേഴ്സണാലിറ്റി ആയിരിക്കും. അത് ചിലത് പ്രിഡോമിനേറ്റ് ചെയ്യും, ചിലത് കുറവായിരിക്കും. അത് കൂടി വളരെ സീരിയസ് ആകുമ്പോഴാണ് ആശുപത്രി കൊണ്ടിടുന്നത്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ക്രിയേറ്റീവായിട്ട് ആർട്ടിസ്റ്റോ റൈറ്റേഴ്സോ ഫിലോസഫേഴ്സ് എല്ലാം നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ തോന്നും ഇവർക്ക് വട്ടാണ്. ഒരു എക്സെൻട്രിസിറ്റി എവിടെയൊക്കെ ഉണ്ട്. അത് നോർമലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദ മൈൻഡ് വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സെക്ഷൻ ചിലപ്പോൾ നെഗ്ലക്റ്റഡ് ആയി പോകും. നമ്മളിപ്പോൾ കാണുന്ന സിവിലൈസേഷന് ഞാനതിന് ഈ ഫ്രോണ്ടൽ ലോബ് ബേസ്ഡ് സിവിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഫ്രോണ്ടൽ ലോബ്സ് ഒരുപാട് ഡെവലപ്പ് ചെയ്തു. അതാണ് നമ്മൾ ഈ കാണുന്ന സിവിലൈസേഷനും ടെക്നോളജിയും. പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റുന്നു, ചില സെക്ഷൻ ബ്രെയിനിൻ്റെ അങ്ങ് നെഗ്ലക്റ്റഡ് ആയിപ്പോയി. അത് ചിലപ്പോൾ പഴയ പ്രിമിറ്റീവ് ബ്രെയിനിൻ്റെ പാർട്സ് ആയിരിക്കും, പക്ഷേ അതിനകത്ത് വേറെ ചില ഇൻറ്റ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ഒരുമാതിരി അങ്ങോട്ട് കവർ ചെയ്തു പോയി. അപ്പോൾ അത് അവേക്കൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് കുറച്ച് കുറഞ്ഞെന്നിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് വട്ടാണ്, ഇതിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പണ്ട് ചോദിക്കുമായിരുന്നു, എനിക്കും ഭ്രാന്താണ് നിങ്ങൾക്കും ഭ്രാന്താണ്, പക്ഷേ എന്ത് ഭ്രാന്താണെന്ന് മാത്രം നമ്മൾ നോക്കി. എനിക്ക് വ്യക്തമായി. എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പം ഈ മീഡിയ ആയതുകൊണ്ട് ഒരുപാട് കലാകാരന്മാരും പിന്നെ താങ്കൾ ഉദ്ദേശിച്ച ഭ്രാന്തന്മാരുടെ കൂടെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഈ ഭ്രാന്ത് എന്നുള്ള റിലേറ്റീവാണ്, വളരെ റിലേറ്റീവാണ്. ഒരുപക്ഷെ ഒരു നോർമലായ സൊസൈറ്റിയിൽ വേണമെങ്കിൽ അബ്നോർമലായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഏതാണ് നോർമൽസി ഏതാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ താങ്കളുടെ ഒരു നോർമൽസിയും താങ്കളുടെ അബ്നോർമൽസിയും ഞാൻ അസസ് ചെയ്യാണ്. താങ്കളുടെ ആത്മകഥയിലൊരു പരാമർശമുണ്ട്. താങ്കൾ ഒരു തീഷ്ണ യൗവനത്തിൻ്റെ പിടിയിലായിരിക്കുന്ന സമയത്ത് താങ്കൾ ഭീമാപ്പള്ളിയിൽ കാലടി മസ്താനെ കാണാൻ പോയി. പേജ് നമ്പർ പോലും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. കാലടി മസ്താനെ കാണുന്നു, 50-53 പേജ് അങ്ങനെയാണ്. കാലടി മസ്താനെ കണ്ട് കാലടി മസ്താൻ കുടിച്ച് ബാക്കി വേണമെങ്കിൽ തുപ്പലും ഉമിനീരൊക്കെയുള്ള കാലടി മസ്താൻ ആ ചായ താങ്കൾ കഴിക്കാൻ തരുന്നു. താങ്കൾ ഒന്നും അറച്ചിക്കുന്നു. ഹമീദിൻ്റെ പ്രേരണയാൽ താങ്കളത് കഴിക്കുന്നു. പിന്നീട് ഒരു 3-4 ദിവസം താങ്കളൊരു ബ്ലിസ്സിലായിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഇറ്റ് ആക്ച്വലി. താങ്കൾ അതിനെ കാണുന്നത് ഒരു അതീന്ദ്രിയമായ ഒരു അവസ്ഥയാണ്, അനുഭവം, അതീന്ദ്രിയ അവസ്ഥ. ഞാൻ അല്ലെങ്കിൽ വേറൊരാൾ ഒരുപക്ഷെ കാണുന്നത് ശ്രീ എമ്മിന് 3-4 ദിവസം വട്ടായിരുന്നു, മുഴുവൻ വട്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു വേറൊരു പക്ഷത്തു നിന്ന് സംസാരിക്കുന്നു. ഒരു നഗ്നനായ കാലടി മസ്താൻ്റെ സദയം 3-4 ദിവസം താങ്കൾ യൗവന തീഷ്ണയിൽ പോയി കിടക്കുന്നു. താങ്കൾ പിന്നീട് നഗ്നനായി കിടക്കുന്നു. പൂഴി താങ്കളുടെ ശരീരത്തേക്ക് ഇടുന്നു. ശ്രീയം ഇതിനകത്തൊരു അപസർപ്പക കഥയേക്കാൾ വലിയൊരു ചേരുവയുണ്ടോ?
എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ, ആത്മകഥയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഭ്രാന്താണെന്ന് വിചാരിച്ചാലും എഴുതിക്കളയാമെന്ന് വിചാരിച്ച് വളരെ കാലം ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അന്ന് എനിക്ക് അത് ചായ തന്നെയായിരുന്നു, അതിനകത്ത് വേറെ ഒന്നുമില്ലായിരുന്നു. അദ്ദേഹം കുടിക്കുന്ന അതേ ചായയാണ്. പക്ഷെ അത് കുടിക്കുമ്പോൾ ഒരു ഇഫക്റ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ അതിന് തയ്യാറാണ്. ആദ്യം പലരും ചായ കുടിച്ച് കാണും, അവർക്ക് ഇഫക്റ്റ് ഉണ്ടായില്ലല്ലോ. അപ്പം ഞാൻ ഇതിനുള്ള ഒരു പ്രിപ്പറേഷനും ആവശ്യമുണ്ട്. ഞാൻ ആ പ്രിപ്പറേഷനെല്ലാം ആയി ഒരു ചെറിയ ഒരു സ്ക്രൂ അങ്ങോട്ട് ടൈറ്റ് ചെയ്യോ ലൂസ് ചെയ്യോ ചെയ്താൽ മതിയായിരുന്നു. അതവിടെ സംഭവിച്ചു. ഈ ഭ്രാന്തെന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചു വരുമ്പം അറിവ് കൂടുതലാവുന്നോ അതോ തിരിച്ചു വരുമ്പോൾ നമ്മൾ സെയിം മനുഷ്യനായിട്ട് ജീവിക്കുന്നോ എന്ന് വെച്ച് വേണം ജഡ്ജ് ചെയ്യാൻ. ഭ്രാന്താണ് ഇപ്പോൾ ഭ്രാന്താണെന്ന് വെച്ചാൽ ഞാൻ പോയി ഭ്രാന്തായി പിന്നെ ക്യൂർ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ സെയിം ആണ്. അങ്ങനെയല്ല, തിരിച്ചു വന്നപ്പോൾ എൻ്റെ മൈൻഡ് തന്നെ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പെർമനൻ്റായിട്ടൊരു മാർക്ക് എൻ്റെ മനസ്സിലിങ്ങനെ തട്ടി. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലാതെ ആ പ്രോസസ്സല്ല. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ള സാധാരണക്കാരായ ആൾക്കാർ അല്പം അബ്നോർമൽ എന്ന് പറയണ എല്ലാ ആൾക്കാരുമായി താങ്കൾ സംവദിച്ചു, ബന്ധപ്പെട്ടു. അതെ. ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ താങ്കൾക്ക് ഞാനൊരു പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാം. ഭയങ്കരമായ ഒരു അന്വേഷണ പരത, ഒരു ഇൻക്വിസിറ്റീവ്നെസ്, ഒരു എൻക്വയറി മൈൻഡ്, ഭയങ്കര ഒരുപക്ഷെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു നേച്ചർ. വളരെ റെസ്റ്റ്ലെസ് ആയിരുന്നു, അത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്നത്. അത് എൻ്റെ റിലേറ്റീവ്സൊക്കെ ശരിക്കും എനിക്ക് ഭ്രാന്താണ് തന്നെയാണ് വിചാരിച്ചത്. കാരണം റിലേറ്റീവ്സ് ഒരാളെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. ഈ ആത്മജ്ഞാനത്തിൻ്റെ പന്ഥാവ് തിരഞ്ഞെടുക്കാൻ കുടുംബത്തിൽ ആരെങ്കിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? എൻ്റെ അറിവിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരും ഈ വഴി തിരഞ്ഞെടുത്തായിട്ട് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാണ് ശ്രീ എം ഈ പന്ഥാവ് തിരഞ്ഞെടുക്കാൻ കാരണം? താങ്കളുടെ ബന്ധുവാണല്ലേ? ബന്ധുവാണ്, കുറച്ച് ഡിസ്റ്റൻ്റ് ആണ്. പക്ഷേ എങ്കിലും താങ്കളായിട്ട് ഇപ്പം നല്ല ബന്ധം ബന്ധപ്പെടുന്ന ഹുസൈൻ തിരുവനന്തപുരത്തുകാരനാണ്. ഫാമിലിയിൽ എങ്ങനെ ആരും ഈ വഴിയിൽ പോയതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയില്ല. വാസ്തവത്തിൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാദറിൻ്റെ ഫാമിലി ആയിട്ടാണ് കണ്ടത്. എൻ്റെ മദറിൻ്റെ ഫാമിലിയിൽ ഒരു സൂഫി എൻ്റെ ഗ്രാൻഡ് മദർ ഒരു സൂഫി ടച്ച് ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഫാദറിൻ്റെ ഫാമിലി തന്നെ എൻ്റെ ഫാദറിൻ്റെ ഒരു മൂത്ത ബ്രദർ ഉണ്ടായിരുന്നു, കസിൻ ബ്രദർ. അദ്ദേഹനെ അജിമിയ സാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പുനലൂരാണ് അവരുടെ സ്ഥലം. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് കുണ്ടലിനി എന്നൊരു വാക്ക് കേൾക്കുന്നത്. അബ്ദുൽ അസീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അതൊരു വലിയ തമാശയാണ്. ഇദ്ദേഹം കസിനെ തന്നെ കെട്ടാനായിട്ടെല്ലാം അറേഞ്ച് ചെയ്തു. ഇദ്ദേഹം കല്യാണ മണ്ഡപത്തിലേക്ക് വരുമ്പോൾ, നിക്കായ്ക്ക് വരുമ്പോൾ ആ സിസ്റ്റർ ഇൻ ലോസ് എല്ലാം കളിയാക്കാൻ വേണ്ടി തമാശയ്ക്ക് പഴത്തൊലി എടുത്തെറിഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, ഈ സ്ഥിതി ഇപ്പം തന്നെ പഴത്തൊലി എറിയാൻ തുടങ്ങിയാൽ ഇനിയിപ്പോൾ കല്യാണം കഴിയുമ്പോൾ എന്തോ ആവുമെന്ന് വിചാരിച്ച് ഇറങ്ങി അങ്ങ് പോയി. അത് നടന്നില്ല. അവസാനം വരെ ബാച്ചിലറായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ വഴിയിൽ നടന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ അധികം അങ്ങോട്ട് പുള്ളിക്ക് പോകാൻ സാധിച്ചില്ല. സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിരുന്നു അവിടുത്തെ പുനലൂർ ഹൈസ്കൂളിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലെ ജീവിതം ഭയങ്കര കൊളാഷാണ്. ഞങ്ങളെപ്പോലെ മോർട്ടൽ ബീയിങ്സിന് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട്. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനും ഒരു മോർട്ടൽ ബീയിങ്. താങ്കൾ ഒരു മിസ്റ്റിക്കും കൂടിയാണ്. അത് അല്ലേ? ഈ പൊട്ടൻഷ്യൽ എല്ലാവരിലും ഉണ്ട്. ഐ എം ഷുവർ യു ഓൾസോ ഹാവ് എ പൊട്ടൻഷ്യൽ. താങ്കളുടെ ആ ഓട്ടോബയോഗ്രഫി തന്നെ പറയുന്നുണ്ട്, താങ്കൾ ഈ പറഞ്ഞ പോലെ പല ഘട്ടങ്ങളിലും താങ്കളിലേക്ക് ദിവ്യത്വം അല്ലെ അത് കയറിയിട്ടുണ്ട്, ഒരുപാട് ഉണ്ടെന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് താങ്കളൊരു മിസ്റ്റേക്കാണെന്ന് ഞാൻ പറയുമ്പോൾ താങ്കൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് പറ്റില്ല. ഞാൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ട്, എനിക്കുണ്ടാകും. പക്ഷേ ഞാൻ ഹാർനസ് ചെയ്തിട്ടുണ്ടാവില്ല ആയിരിക്കാം. അതെ, ഒരുപക്ഷെ അത് ആ ഒരു പ്രോസസ്സായിരിക്കും നടക്കുന്നുണ്ടാവുക. ക്വൈറ്റ് പോസിബിൾ, എനിക്കറിയില്ല. കാരണം ഇത് പണ്ട് ജെറുസലത്തിൽ ഒരു യോഗി നടന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ പല പേരിലും പലരും പറയുന്നു. അദ്ദേഹം എൻ്റെ വിശ്വാസത്തിലൊരു യോഗിയാണ്. അദ്ദേഹം നടന്നു. കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു വ്യക്തി. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ദി ഫോക്സസ് ഹാവ് ഡെൻസ് ആൻഡ് ദ സ്നേക്സ് ഓഫ് ഹോൾ, ബട്ട് ദ സൺ ഓഫ് മാൻ
ഡസ് നോട്ട് നോ വേർ ടു ലേ ഹിസ് ഹെഡ്. അതിനെ ഭഗവത്ഗീതയിൽ അനികേതൻ എന്നുള്ള വാക്കുകൊണ്ടാണ് ഡിഫൈൻ ചെയ്യുക. ഹോംലെസ്, US ഹോംലെസ് എന്ന് പറഞ്ഞാൽ പോക്കാണ്. അങ്ങനെ ഒരു മനുഷ്യൻ നടന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു 12 കൊല്ലം ആർക്കും അറിയില്ല എവിടെ പോയത്. ഈ 12 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം മലയിൽ കയറി നിന്ന് ഒരു സെർമൺ ഓൺ ദ മൗണ്ട് ഉണ്ട് ചെറിയ, അത് അങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഉള്ള സ്പിരിച്വലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വളരെ സിമ്പിളാണ്. എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്ന അതിൽ ലേ ട്രഷേഴ്സ് ഇൻ യുവർ ഹാർട്ട് വെർ തീഫ്സ് ഡു നോട്ട് ബ്രേക്ക് ഇൻ ആൻഡ് സ്റ്റീൽ. യേശുക്രിസ്തു 12 വർഷം മാറി നിന്നതുപോലെ താങ്കൾ 19-ാം വയസ്സിലുള്ള താങ്കളുടെ ഹിമാലയം പ്രയാണം അതുമായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ടോ? ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ എങ്കിലും അതിന് സമാനമായിട്ട് ഒരു ചെറിയ തോതിൽ അതുപോലത്തെ ഒരു അല്ല. ഞാൻ പറഞ്ഞു യേശുക്രിസ്തുവായിട്ട് ഞാൻ താങ്കളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറയണേ. പക്ഷേ ഒരുപാട് ദിവ്യത്വമുള്ള ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങൾ അതിന് സാദൃശ്യമായിട്ടുള്ള താങ്കൾ വരുമ്പോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഫുള്ളായിട്ട് ചേഞ്ച് വന്നു തുടങ്ങി. യേശുക്രിസ്തു മാത്രമല്ല, ഗുരു നാനാക്ക് അവിടെ സുൽത്താൻപൂർ ലോഡി എന്നൊരു സ്ഥലമുണ്ട്, ഇതിൽ ജലന്ധറിൻ്റെ അടുത്ത്. അവിടെ ഒരു റിവറുണ്ട്. അദ്ദേഹം അവിടെ പോയി തപസ് ചെയ്യുമായിരുന്നു പണ്ട്. കുളിക്കാൻ പോകും. ഒരു ദിവസം കുളിക്കാൻ പോയി 3 ദിവസം കാണാനില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തു നിന്നാണ് അദ്ദേഹം വരുന്നത്. ആ 3 ദിവസം എന്തായെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ഇറങ്ങിയപ്പോൾ ആദ്യം അദ്ദേഹം വാ തുറന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ന ഹിന്ദു ഹേ ന മുസൽമാൻ ഹേ സബ് റബ് കെ ബന്ദേ ഹേ പറഞ്ഞാണ് ഇറങ്ങിയത്. അപ്പം ഇങ്ങനെയുള്ള സോളിറ്റ്യൂഡ് ചില ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പലതും അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒരുപാടുണ്ട് ഈ ലോകത്ത്. നമുക്ക് ആ ഡിസ്ട്രാക്ഷനിൽ നിന്ന് ഫ്രീ ആയിട്ടിരുന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഓടിയത്. 9-ാം വയസ്സിൽ താങ്കൾ കണ്ട വെളിപാട്, താങ്കൾക്കുണ്ടായ വെളിപാട് ഒരു അതീന്ദ്രിയമായിട്ടുള്ളൊരു ദർശനം. അതെ, താങ്കളുടെ ഗുരുവിനെ താങ്കൾ 9-ാം വയസ്സിൽ ദർശിക്കുന്നു. അതെ, അതായിരിക്കും ഒരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് അല്ലേ, ഒരു ടേണിംഗ് പോയിന്റ് അതാണ്. പക്ഷേ അപ്പോൾ എനിക്ക് അദ്ദേഹം എൻ്റെ ഗുരുവാണെന്ന് അറിയില്ല. അപ്പോൾ അറിയില്ല, കണ്ടു. അത് 5 മിനിറ്റൊക്കെ ഉള്ളൂ. ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ്സ് ഉള്ള ഒരു ദർശനമാണ്. അത് കഴിഞ്ഞ് മഹേശ്വരനാഥ്, ഇത് ഞാൻ വരച്ച പടമാണ്. കാരണം ഇത് എൻ്റെ അടുത്ത വോള്യൂമിൽ ഓട്ടോബയോഗ്രഫിയിൽ ഇതിൻ്റെ ജിനിസസ് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് വരയ്ക്കാൻ? താങ്കൾ 8ാം ഘട്ടം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എഴുതി പൂർത്തിയായി? ഇല്ല, 18 ചാപ്റ്ററായി. ഇനി അതിൻ്റെ ടൈറ്റിൽ ഞാൻ അവിടെ വായിച്ചു. വളരെ രസകരമായൊരു ടൈറ്റിലാണ്. വായിച്ചോ? മൗണ്ടൻസ്, വുഡ്സ് ആൻഡ് ബാരൻ ഡെസേർട്സ്, ദ ജേർണി കണ്ടിന്യൂസ് എന്നുള്ള, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സമയം കിട്ടുന്നില്ല ഇപ്പോൾ, ഈ സർക്കസ് തുടങ്ങിയത് കൊണ്ട് ഇപ്പോൾ തീരെ സമയം കിട്ടും. 9-ാം വയസ്സിൽ താങ്കൾക്ക് ഈ ദർശനം ഉണ്ടാകുന്നു. പക്ഷെ അന്നൊന്നും താങ്കളുടെ ഗുരുവാണ് താങ്കളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് താങ്കൾ അറിയുന്നില്ല. പിന്നീട് 19 വയസ്സ് വരെയുള്ള ഒരു കാലയളവ്, അതാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അല്പം എക്സെൻട്രിസിറ്റി എന്ന് വേണമെങ്കിൽ ആരോപിക്കാവുന്ന, അല്ലെങ്കിൽ മുദ്ര കുത്താവുന്ന ഒരുപാട് പടവുകൾ താങ്കൾക്കുണ്ടായി. അങ്ങനെ അതൊരു എനിക്കതിനകത്ത് ആ പുസ്തകത്തിൽ താങ്കളുടെ ആ ഒരു കാലഘട്ടം വായിച്ചപ്പോൾ ഒരു പക്ഷേ നമുക്കെല്ലാം ഉണ്ടാകുന്ന സ്വപ്നങ്ങളൊക്കെ അതുപോലെ പകർത്തി വെച്ചാൽ വേണമെങ്കിൽ അതിന് സമാനമായിട്ട് വേണം ഉണ്ടാകാമോ? ഉണ്ടാകാം, എന്തുകൊണ്ട് ഉണ്ടായിക്കൂടെ? ഞാൻ പറയുന്നത് അത്. പക്ഷേ അതിന് ഫുൾ അറ്റൻഷനോടുകൂടി നമ്മുടെ എനർജി മുഴുവൻ അതിലേക്ക് ചിലവാക്കിയാലേ അതുണ്ടാവുള്ളൂ. നമ്മൾ സാധാരണ പറ്റുന്ന ഇതൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതിരിക്കട്ടെ, അടുത്ത കാര്യം ചെയ്യാം. ഫോർമോസ്റ്റ് മൈൻഡിൽ ഒറ്റ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ അത് 1 പോയിൻറ്റഡ് ആയിട്ട് അതിലേക്ക് പോകാൻ സാധിക്കും. സ്കൂളിൽ പഠിച്ചു, കോളേജിൽ ചേർന്നു, സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്കൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണം എന്നുദ്ദേശിക്കുന്നത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കണം. അതെ, എൻ്റെ ഇതായിരുന്നു. താങ്കൾക്ക് അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടായിരുന്നില്ല? എനിക്ക് ഇത് കാണുമ്പോഴെല്ലാം എനിക്ക് പണ്ടേ തോന്നുമായിരുന്നു, ഇവരൊക്കെ ശരി ഒരു കരിയർ ബിൽഡ് ചെയ്തു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു, അവസാനം കൂടെ കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, മരിച്ചുപോയി. ഇതൊരു മീനിങ്ലെസ് ആയിട്ട് തോന്നി. ഇതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ. താങ്കളുടെ ചില സുഹൃത്തുക്കൾ ഇപ്പോഴും താങ്കൾക്കുണ്ട്, ആ കാലഘട്ടത്തിൽ താങ്കളോടൊപ്പം പഠിച്ചവരൊക്കെ. ഒരാളെ ഞാൻ കൊണ്ടുവരട്ടെ, 1-2 പേരെ കൊണ്ടുവരട്ടെ. 1960കളിൽ നമ്മൾ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുംതാസ് ക്ലാസ്സുകളിൽ റെഗുലറായിട്ട് വരികയും ഇടയ്ക്കിടയ്ക്ക് കാണാതാവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അന്വേഷിക്കുമ്പോഴത്തേക്ക് എവിടെ പോയെന്നറിയില്ല, വീട്ടുകാരും തിരക്കും. പിന്നെയാണ് അറിയുന്നത് ഹിമാലയങ്ങളിൽ പോയി, ആശ്രമങ്ങളിൽ പോയി, മറ്റേ കാഞ്ചി പോയി, അല്ലെങ്കിൽ മരുത്വാമലയിൽ പോയി. ഇതൊക്കെ അന്ന്
ഒരു സംഭവമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം മുംതാസ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ അടുത്ത് ഇതൊക്കെ പറയും. ചില കാര്യങ്ങൾ മാത്രം വളരെ വേണ്ടപ്പെട്ട എൻ്റെ അടുത്ത് പറയും, രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് പറയും, അല്ല വേറെ ആർക്കും പറയാനില്ല. പക്ഷേ അന്ന് പോലെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ബന്ധങ്ങളുണ്ട് ഇദ്ദേഹത്തിന്. തൊട്ട് കഴിഞ്ഞാൽ അസുഖം മാറും. നമുക്കൊരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ അതങ്ങ് മാറും. പരിഹാരങ്ങൾ പറഞ്ഞു തരും. പിന്നെ മാർഷ്യൽ ആർട്സ്, കരാട്ടെ, ഇതിൻ്റെ എല്ലാ എക്സ്പേർട്ടായിരുന്നു, മാജിക്കുകളും എല്ലാം. അങ്ങനത്തെ ഒരു സ്വഭാവം ഇത് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്? എന്താണ് ഇതിൻ്റെ ബാക്കിൽ? ഇനി ഈ അഭിമുഖം തുടരുന്നതിന് മുമ്പ് താങ്കൾ എന്തായാലും തൊട്ട് കളയാം. അയ്യോ, ഇത് പുള്ളിയുടെ ഇമാജിനേഷനാണ്. ഞാൻ സംഭവം സത്യം എന്താണെന്ന് വെച്ചാൽ, ആർക്കെങ്കിലും അസുഖമൊക്കെ ഉണ്ടെന്ന് വിളിച്ചാൽ ഞാൻ പോവാതിരിക്കില്ല. അപ്പോൾ അവർ അടുത്തിരുന്ന് കൈ പിടിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിനൊരു ശാന്തി ഉണ്ടാകും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 50% സൈക്കോസൊമാറ്റിക് ആണ്. അത് സാധാരണ ഇപ്പോൾ താങ്കളുടെ അസുഖം താങ്കളുടെ അമ്മ താങ്കളുടെ തലയിൽ കൈവച്ചാൽ അത് അത്രേ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ എനർജി ഉണ്ടായേക്കും, എനിക്കറിയില്ല. ഞാൻ ഹീലിങ്ങിലൊന്നും പോകാറില്ല, കാരണം അതൊരു വലിയ മാർക്കറ്റിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അത് പോട്ടെ. അപ്പോൾ വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ ശ്രീയം പയറ്റാവുന്നൊരു സംഭവമാണത്. കാരണം വെച്ചാൽ താങ്കൾക്ക് അല്പം താന്ത്രിക വിദ്യകളും മാജിക്കുകളും ഒക്കെ അറിയാം. ഇതിനെയൊക്കെ വേണമെങ്കിൽ കുറച്ചും കൂടി ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഇത് വലിയ കാര്യമൊന്നും അല്ല എന്നറിയിക്കാനാണ് ആളുകൾ. എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനൊരു മാജിക്കൊക്കെ ചെയ്യുന്നത് അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ദൈവം അല്ലാത്തവർക്കും ചെയ്യാൻ പറ്റൂ എന്നുള്ള പ്രൂവ് ചെയ്യാൻ മാത്രമാണ് ഞാനിത് പഠിച്ചത്. താങ്കൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് താങ്കൾ മുങ്ങും അല്ലേ? മുങ്ങലായിരുന്നു താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി. അതെ, മെയിൻ ഹോബി. ആ മുങ്ങലിനെ കുറിച്ച് വേറെ ആളും കൂടി പറയാൻ വേണ്ടി നിൽപ്പുണ്ട്. അദ്ദേഹത്തിനെ കൂടി നമുക്ക് എടുത്തിട്ട് വേണം തുടരാൻ. അതെ, 9ാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുംതാസ് പോകുന്നതായിട്ട് ഞാൻ അറിയുന്നത്. അന്ന് പല കാര്യങ്ങൾക്കും നമ്മൾ പോയിട്ടുണ്ട്. ഒരു ദിവസം മരുത്താമലയിൽ സന്ധ്യ വാങ്ങിയതിന് ശേഷം പോവുകയും ഇരുട്ട് മാറുന്നതിന് മുമ്പേ മരുത്താമലയിൽ നിന്ന് തിരിച്ചിറങ്ങുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ഇരുട്ടത്ത് കയറിയതും തിരിച്ച് ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ, അഗാധമായ കുഴി കണ്ട താനൊരു വിധത്തിൽ കയറേയില്ല ഇറങ്ങിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ രാത്രി മുഴുവനും അവിടെ മെഡിറ്റേറ്റ് ചെയ്ത മുംതാസിനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന് കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചുണർത്തിയാണ് ഞാൻ താഴോട്ടിറങ്ങുന്നത്. അതേമാതിരി ഒരു ദിവസം പെട്ടെന്ന് നൈനാസ്വാമി വന്നു. നൈനാസ്വാമി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ സന്യാസിയുണ്ട്. അദ്ദേഹം ഒരിക്കലും മരുത്താമലയിൽ നിന്ന് ഇറങ്ങില്ല. അദ്ദേഹം പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയും സുചീന്ദ്ര അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ഒരു വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കാണുകയും ചെയ്തു. അവിടെ ചെന്ന ഉടനെ തന്നെ നൈനാസ്വാമി ഓടി വന്ന് ഇദ്ദേഹത്തിൻ്റെ ചെരുപ്പെടുത്താത്തോണ്ട് പോയി. നീ ഇനി ഒന്നും പോകണ്ട എന്നുള്ള ആംഗ്യം കാണിച്ചു. അതേമാതിരി തന്നെ മായിയമ്മയെടുത്ത് പോയപ്പോൾ ഒരു പഠന പഴവുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിൽ 2-3 എനിക്കെടുത്ത് വായിൽ വെച്ച് എനിക്കൊരു ശ്വാസം മുട്ടലും പ്രത്യേകമായിട്ടുള്ളൊരു അനുഭൂതി ഉണ്ടായി. അതൊക്കെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇവർ തമ്മിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണമല്ല, സംസാരിക്കാറില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ചെറുപ്രായം തൊട്ട് ഇത്രയും ആത്മീയമായ സംഭവങ്ങളിൽ ബന്ധപ്പെടാൻ സാധിച്ചു എന്ന് വിശദീകരിക്കാമോ? രഞ്ജിത്ത് എൻ്റെ വളരെ അടുത്ത ആളാണ്, വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ പണ്ട് മുങ്ങുമ്പോൾ എനിക്കെപ്പോഴും ഒരു കൺസേൺ ഉണ്ടായിരുന്നു, എൻ്റെ പേരൻസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പം ഞാൻ എവിടെയാണെന്ന് രഞ്ജിത്തിന് മാത്രമേ അറിയാവൂ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ പോയി പബ്ലിക് കോൾ ഓഫീസ്, അന്ന് സെൽഫോണൊന്നും ഇല്ല, രഞ്ജിത്തിനെ വിളിക്കും. രഞ്ജിത്താണ് എന്നെ അത് അറിയിക്കുക. എന്തെങ്കിലും പ്രശ്നം വന്ന് ഫൈനാൻഷ്യലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഞാൻ രഞ്ജിത്തിനെ വിളിക്കും. അടുത്ത പോസ്റ്റ് ഓഫീസിൽ 3-4 ദിവസത്തിന് മണി ഓർഡർ വരും. ഇങ്ങനെ ഇത്രയും ഞങ്ങൾ ക്ലോസ് ആയിരുന്നതുകൊണ്ടാണ് പുള്ളി ഇത് പറയുന്നത്. കാരണം പുള്ളി കണ്ടിട്ടുണ്ട് ഞാൻ പല കാര്യങ്ങളും മരുത്വാമലയിലെല്ലാം വൈകുന്നേരം ചെന്ന് കയറുകയാണ്. അപ്പം രാത്രി എന്നെ തിരിച്ചിറങ്ങണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കയറില്ല. സൈസ് ഉണ്ട്, പണ്ട് ഇത്ര സൈസ് ഇല്ലായിരുന്നു, എങ്കിലും അതുകൊണ്ട് സമാനമായൊരു സൈസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങ് കയറി, പിന്നെ നമുക്ക് പറയാൻ താഴെ ഇറങ്ങുന്ന കാര്യമെന്ന് വിചാരിച്ച് കൊണ്ടുപോയതാണ്. ഇങ്ങനെ പല സ്ഥലത്തും ഞാൻ രഞ്ജിത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. പുള്ളിയും കുറേ ധ്യാനമൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം അമ്മ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ കണ്ണടിച്ചിരിക്കുന്നുണ്ട്. ഇവനെങ്ങാനും സന്യാസിയായി പോവോ എന്ന് വിചാരിച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവനെ എന്തിന് ഇതെല്ലാം പഠിക്കും. അങ്ങനെയാണ് പുള്ളി അത് പതുക്കെ അതിൽ നിന്ന് വലിഞ്ഞത്. ഇപ്പോൾ പിന്നെ തിരിച്ചു തുടങ്ങിയെന്നാണ് തോന്നുന്നത്. വീണ്ടും തിരിച്ചു തുടങ്ങി. അതൊരു പ്രത്യേക പ്രായം കഴിയുമ്പം ആത്മീയതയിലേക്ക് പോകുക എന്നുള്ളത് വാനപ്രസ്ഥം. അതെ. താങ്കൾ വളരെ മുമ്പ് തന്നെ തുടങ്ങി. അത്
ആണ് ഒരുപക്ഷെ ഇവരെ ഇപ്പോഴും അതിശയിപ്പിക്കുന്നൊരു കാര്യം. അതെ, അതിനെപ്പറ്റി പക്ഷേ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ആ കാലത്ത് താങ്കളിങ്ങനെ ഒരു ചെറുപ്പക്കാരനായി സ്കൂൾ പഠിക്കുന്നു, കോളേജിൽ ചേരുന്നു, അന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ വിനോദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലതാണ്. അതെ, അതിലും താല്പര്യം ഉണ്ടായിരുന്നു. എങ്ങനെ കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് സൗഹൃദം ഉണ്ടാകുക, ആ പെൺകുട്ടികളുടെ കൂടെയൊക്കെ നടക്കുക, അവരെയൊക്കെ ഒന്ന്, എനിക്ക് സാധാരണ ചെറുപ്പക്കാർക്ക് ശരിയാണ്. എനിക്ക് ഞാൻ സത്യം പറയാനുള്ള ഇല്ലല്ല, സത്യമേ പറയൂ. ഈ ഇപ്പോൾ ഉള്ള കളറിനെക്കാട്ടും എനിക്ക് ആ കൊച്ചിൽ ഭയങ്കര ബ്രൈറ്റ് കളറായിരുന്നു. അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതും ആരോ പറഞ്ഞു കൊടുത്ത് ഇയാൾക്ക് കൈ നോക്കാൻ അറിയാം. ഞാനത് ഒരു ഫിക്ഷനായിട്ടാണ് വിചാരിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ പറഞ്ഞുതരാം, ഈ പെൺകുട്ടികളെ വളയ്ക്കാൻ വേണ്ടി പലരും ആയുധ തന്ത്രമാണ്. അപ്പോൾ അവരെ കൈ നോക്കാൻ അറിയാവുന്ന ആരോ ഒരു റൂമർ അങ്ങ് സ്പ്രെഡ് ചെയ്തു. അതുകൊണ്ട് പല കൈയും കിട്ടുമായിരുന്നു എൻ്റെ. പക്ഷേ ഞാൻ അങ്ങനെ അത്ര പെട്ടെന്ന്, കാരണം എൻ്റെ മൈൻഡ് വേറെ ഒരു സംഗതിയിലുള്ളതുകൊണ്ട് അത്ര ക്ലോസ് ആയിട്ട് ഞാൻ ആരുമായിട്ട് അത്ര ബന്ധപ്പെട്ടു. എങ്കിലും ചില ആൾക്കാർ താങ്കളുടെ മനം കവർന്നിട്ടുണ്ടാവില്ലേ ശ്രീയം? ഞാൻ നല്ല ഭാര്യ കേൾക്കുന്നില്ല കേട്ടോ. ഞാൻ കാണാൻ കൊള്ളാവുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഭംഗിയിൽ വിശ്വസിക്കുന്നത്, കൊള്ളാമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയുന്ന ആളാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മളത് പൊസസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഗാർഡനിൽ പൂ കണ്ടു, അല്പം ദൂരെ നിന്ന് വേണമെങ്കിൽ ആരാധിക്കാം, പലതരം നല്ല പൂ കണ്ടു. ഈ പ്രശ്നം വരുന്നത് ആ പൂ എടുത്ത് നമ്മുടെ പോക്കറ്റ് ഇടണമെന്ന് വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. താങ്കളൊരു സൗന്ദര്യ ആരാധകൻ മാത്രമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ, അത്രയോ. പക്ഷെ ഒരുപാട് പെൺകുട്ടികൾക്ക് താങ്കളെപ്പോലൊരാളെ സുഹൃത്തായി കിട്ടാൻ അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം കളരി ഉണ്ട് കയ്യിൽ, പിന്നെ ഇതുപോലെ സുന്ദരനായിരുന്നു. അത് ഞാൻ പറയുന്നില്ല, ജനങ്ങൾ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവർക്കറിയാം ഞാൻ കള്ളം പറയുന്ന ആളല്ല, സത്യം പറയുന്ന. മാത്രമല്ല അന്ന് അല്പം ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടുന്ന ആൾ കൂടിയായിരുന്നു. നന്നായിട്ട് പാടും ഞാൻ. അല്ലല്ല, ഹിന്ദി പാട്ട്, പഴയ ഫിലിം പാട്ടെല്ലാം അന്ന് സ്കൂളിലൊക്കെ പാടി പാട്ട് ഏതായിരിക്കും ശ്രീയം? പാടാൻ വല്ലതും പറയുമോ? ശരി, പാടുന്നാലും. അയ്യോ, ഇനിയിപ്പോൾ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു പോയി. ഇനിയിപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ താങ്കൾ ചെയ്യേണ്ടത്, ഞാനും താങ്കളുടെ മുകളിൽ ഒരു താന്ത്രിക വിദ്യ പയറ്റട്ടെ. അന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന, കോളേജിൽ പഠിച്ചിരുന്ന ആ പെൺകുട്ടികളെയൊക്കെ ആലോചിച്ചുകൊണ്ടൊന്ന് പാടിക്കും. അയ്യോ, പക്ഷേ അത് ലവ് സോങ് അല്ലായിരുന്നു ഞാൻ പാടിക്കൊണ്ട്. വെറുതെ അല്ല, അവരൊക്കെ മാറിപ്പോയത്. മുഹമ്മദ് റഫിയുടെ കൊയ് ജബ് റാഹ ന പായേ എന്നൊരു പാട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. അതാണ് ഞാൻ സാധാരണ സ്കൂൾ ഡേക്കെല്ലാം പാടുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക. ഇപ്പോൾ പ്രാക്ടീസ് ഇല്ല, പക്ഷെ നോക്കാന്ന്. ഇത് ആരും പറഞ്ഞത് ഇതൊന്നും വലിയ ഗാനമേളയൊന്നും അല്ലല്ലോ. कोई जब राह न पाए मेरे संग आए के पग पग दीप जलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार. ഈ പാട്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ആ പാട്ട് പറഞ്ഞിട്ടില്ല, നന്നായി പാടുന്നുണ്ട് താങ്കൾ. അതെ, എനിക്ക് തോന്നുന്നു താങ്കളുടെ ഈ പറഞ്ഞ ആത്മന്വേഷണങ്ങൾ ആരംഭിച്ചപ്പോൾ താങ്കളുടെ ഈ കഴിവിനെ താങ്കൾ അല്പം പിറകോട്ട് തള്ളി. അതെ, തള്ളി. താങ്കൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവായിരുന്ന സമയത്ത് താങ്കളുടെ സുഹൃത്ത് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും ചുറ്റുപാടുമുള്ള ദിവ്യ മനുഷ്യന്മാർ, അല്ലെങ്കിൽ ആരോ പറഞ്ഞ പോലെ ഇതുപോലുള്ള പ്രത്യേകതയുള്ള ആത്മീയ ആചാര്യന്മാർ, അത് കാലടി മസ്താൻ മുതൽ മായമ്മ വരെ എല്ലാവരിടത്തും താങ്കൾ പോകുമായിരുന്നു. ഇത് ഒരു വല്ലാത്തൊരു അന്വേഷണമായിരിക്കണം അത്, അല്ലേ? അതെ. ഒരു പക്ഷേ താങ്കളുടെ മനസ്സ് അചഞ്ചലമായിട്ടിങ്ങനെ എവിടെയോ ഒരു സ്ഥലത്ത് എത്തണം, ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ള റെസ്റ്റ്ലെസ്നെസ്. 19-ാം വയസ്സിൽ താങ്കൾ വീട് വിട്ടു പോകുന്നു. അതെ. പക്ഷെ അത് ഒരു കാരണം ഉണ്ടാകണ്ടേ അതിനകത്ത്? ഈ അന്വേഷണം മാത്രമാണോ, വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു ഭൗതിക, ആരോ പറഞ്ഞ പോലെ എല്ലാ ആത്മീയ അന്വേഷണങ്ങൾക്കും പിന്നിൽ ഏതെങ്കിലും ഭൗതികമായ ഒരു കാരണം ഉണ്ടാവാം. വേണമെങ്കിൽ ഭാര്യയായിട്ട് തല്ലുകൂടിയിട്ടായിരിക്കാം, അല്ല അച്ഛനുമായിട്ട് വഴക്ക് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെ അമ്മയായിട്ട് കലഹിച്ചിട്ടായിരിക്കാം, അല്ല പൈസ മോഷ്ടിച്ചിട്ടായിരിക്കാം, അല്ല മോഷ്ടിക്കാതെ ആയിരിക്കാം, എന്തോ ഒരു കാരണം ഉണ്ടാകും. ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ആത്മീയ ആചാര്യന്മാരുടെ ആത്മീയ അന്വേഷണങ്ങൾക്ക് പിന്നിൽ എവിടെയോ ഭൗതികമായൊരു കാര്യമാണ്. താങ്കളുടെ ഈ ആത്മീയ അന്വേഷണത്തിന് പിന്നിൽ എന്ത് ഭൗതികമായ നിമിത്തമായിരുന്നു? ഒന്ന്,
എനിക്ക് കാശിനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും വീട്ടിൽ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ ഫാദർ ഒരു PWD കോൺട്രാക്ടറായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കണ്ട 2 പഴയ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെയും ഫാദേഴ്സ് 2 പേരും കോൺട്രാക്ടേഴ്സായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. പക്ഷേ എനിക്ക് തോന്നി ഞാനൊരു കേജിൽ ഒരു കൂടിൽ അടച്ചു വെച്ചിരിക്കുകയാണെന്ന്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര കമ്പൽസീവ്, വേറെ ഒന്നുമില്ല. പക്ഷേ ആ കൂട് ഗോൾഡാണെങ്കിലും ഇരുമ്പാണെങ്കിലും കൂടല്ലേ. അപ്പം അതിൽ നിന്നൊന്ന് പൊട്ടി വെളിയിൽ ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം അച്ഛനും അമ്മയാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പോയത്. ആ ഒരു താങ്കളൊരു ബന്ധനത്തിലാണെന്നൊരു തോന്നൽ താങ്കൾക്കുണ്ട് ഉണ്ടായി. അപ്പോൾ ആ ബന്ധനം പൊളിച്ചു പോയാലേ നമുക്കിത് ശരിയാവുള്ളൂ. എനിക്ക് പേടി, ഒന്നാമത് ഇവിടെ നിന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വയ്ക്കും, ഫാമിലി നടത്തേണ്ടി വരും, ബിസിനസ് ടേക്ക് ഓവർ, ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങളല്ല. എനിക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫീലിംഗ്. അപ്പോൾ ഇപ്പോൾ പോയില്ലെങ്കിൽ പെട്ടുപോകും എന്നുള്ള ഒരു ഐഡിയ വന്നപ്പോഴാണ്. പിതാവിന് താങ്കളൊരു പ്രോബ്ലം ചെയ്യില്ലായിരുന്നു? അദ്ദേഹം വരയ്ക്കുന്ന വരയിലൂടെ താങ്കൾ പോകില്ല. അപ്പോൾ അതുകൊണ്ട് സ്ഥിരം വഴക്ക് പറയുമായിരുന്നു? അതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പുള്ളി, എൻ്റെ ഫാദർ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിലും കളരിയും യോഗയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം നമ്മൾ തമ്മിൽ വളരെ ഫ്രണ്ട്ലിയാണ് ആ കാര്യത്തിൽ. എന്നെ 5 മണിക്ക് എണീറ്റ് CVN കളരിയിൽ വിടും. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം പറയുന്ന വഴിയിൽ പോവാതെ ഞാൻ വേറെ വഴിയിൽ കൂടെ പോകുന്നത് കൊണ്ട്. അല്ലാതെ അത്രയും ഒരു സീരിയസ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. അതല്ല CM, അതായത് സാധാരണഗതിയിൽ ആ കാലഘട്ടത്തിൽ രാവിലെ സ്കൂളിൽ പോയി തിരിച്ച് 5 മണിക്ക് വരിക, ഹോംവർക്ക് ചെയ്യുക, ഇതൊക്കെ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താങ്കൾ മുങ്ങുന്നു. താങ്കൾ എവിടെ പോയി എന്ന് അറിയുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞ് താങ്കൾ പൊങ്ങുന്നു. ഏതെങ്കിലും ഒരു സാധാരണ അമ്മയ്ക്കും ഒരു അച്ഛനും അത് സഹിക്കാൻ പറ്റില്ല. അവർക്ക് വലിയ വിഷമമായിരുന്നു. അത് ഞാൻ പോയി 3 കൊല്ലം ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. രഞ്ജിത്തിനടുത്ത് ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട്? ആ, കുഴപ്പമൊന്നുമില്ല, വിഷമത്തിലാണ്, പക്ഷെ പ്രശ്നമൊന്നുമില്ല. അതുണ്ടായിരുന്നു. 19-ാം വയസ്സിൽ താങ്കൾ പോകുന്നു. ആ ഒരു പോക്കാണ് ഒരുപക്ഷെ താങ്കളെ ശ്രീ M ആക്കി മാറ്റിയത്. അതിനകത്ത് ഞാൻ ആ പുസ്തകത്തിൽ ഒരുപക്ഷെ താങ്കൾ വിവരിക്കുന്ന പോലെ അത്ര സ്മൂത്തായൊരു പോക്കായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ അതിനിടയിൽ താങ്കൾക്ക് പലപ്പോഴും താങ്കളുടെ മനസ്സ് ചഞ്ചലമായിട്ടുണ്ടാകാം, ചെയ്തത് വിഡ്ഢിത്തമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം, മണ്ടത്തരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാകാം, തിരിച്ചു വരവിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പലതരത്തിലുള്ള തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല, ബാക്കിയെല്ലാം ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. അത് പിന്നെ ഈ ബുക്കിൽ അധികം ഡിസ്ക്രിപ്റ്റീവ് ആവാതിരിക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് എഴുതി. അതെ, അപ്പോൾ ഞാൻ വിചാരിച്ചതിനകത്ത് കുറേ വിട്ടുപോയ ചില കണ്ണികളുണ്ട്. എന്താ കാരണം വെച്ചാൽ പലപ്പോഴും ഡിസൊല്യൂഷൻമെൻറ്റ്, ഇപ്പോൾ താങ്കൾ വിവരിച്ച പല സ്ഥലങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പിന്നെ ഹരിദ്വാർ, ഋഷികേശ്, കേദാർനാഥ്, ഇതൊക്കെ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ താങ്കളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരുപാട് സൗകര്യങ്ങളിൽ വളർന്ന ഒരു ചെറുപ്പക്കാരന് ഒരുപാട് വിഷമം ഉണ്ടായി. പക്ഷേ എന്നാലും തിരിച്ചു പോകുക എന്നുള്ളതില്ല. ഞാൻ ഏതാണ്ട് ബ്രിഡ്ജ് ബേൺ ചെയ്ത് വന്ന പോലെയുള്ളൊരു ഫീലിംഗാണ്. അത് തിരിച്ചു പോകാൻ ഒക്കില്ല. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പണ്ട് വീട്ടിലാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ആരം കഴിക്കുക 10 തവണ പറയും. ഇവിടെ ആണെങ്കിൽ 3 ദിവസം കഴിക്കാനൊന്നും കിട്ടിയില്ല. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ തിരിച്ചു പോകാമെന്നുള്ള ഒരു ഫീലിംഗ് അതുവരെ എനിക്കുണ്ടായിട്ടില്ല. കാരണം എൻ്റെ 1 പോയിൻ്റ് എന്തോ ഞാൻ ഇങ്ങനെ തിരക്കി നടക്കുകയായിരുന്നു. ഒരു ഹാഫ് കോൺഷ്യസ് എന്ന് വേണമെങ്കിലും പറയാം. അതെന്തോ ഒരു ഓവർ പവറിങ് ഫീലിംഗാണ്. അതുകൊണ്ട് തിരിച്ചു പോകുന്ന ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. വിഷയം ഒരു മുസ്ലിം മതവിശ്വാസി ഒരുപക്ഷെ താങ്കൾ ഹിമാലയത്തിലേക്ക് പോകുന്നു. എനിക്കറിയില്ല അതെങ്ങനെയാണ് കാണുന്ന ആൾക്കാർ. എന്താ കാരണം ഇതിനകത്ത് താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് സാധാരണക്കാർ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ കരുതുന്നതിൻ്റെ കാരണം അതാണ്. ഇതെവിടെയാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം സംഭവിച്ചത്? ഒരു ഹിന്ദു മൈത്തോളജിയിലേക്കുള്ള താങ്കളുടെ മൈഗ്രേഷൻ. എനിക്ക് തോന്നുന്നത് അത് പൂർവജന്മം ഒന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ അതിനൊരു ചെറിയ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുള്ളൂ. കാരണം കൊച്ചിലേ എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അത് വീട്ടിൽ ഖുറാനെല്ലാം പഠിപ്പിച്ചു. ഒരു സെക്കൻഡ്, ഞാൻ ഒരാളെ ഇവിടെ കൊണ്ടുവരാം. ആരോഗ്യത്തിനെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്കളുടെ പല പ്രഭാഷണങ്ങളിലും മറ്റും ഹിമാലയം കടന്നു വരുന്നുണ്ട്.
ഹിമാലയം എന്തോ മിസ്റ്റിക്കലായിട്ടുള്ള വലിയൊരു സംഭവമാണെന്ന്. സത്യത്തിൽ ഹിമാലയം എന്താണ്? ഹിമാലയം ഒരു പർവ്വതമാണ്. അതുപോലെ തന്നെ ആൽപ്സ് മറ്റ് പർവ്വതങ്ങളുമുണ്ട്. ഇവിടെയുള്ള ബ്രാഹ്മണിക് ലിറ്ററേച്ചറാണ് ഹിമാലയത്തെ ഇത്രമാത്രം മഹത്വവൽക്കരിച്ചത്. അതുകൊണ്ട് തന്നെ താങ്കൾ ഹിമാലയത്തെ പറ്റി പറയുമ്പോൾ ആത്യന്തികമായി താങ്കൾ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെയുള്ള സാധാരണ ഇന്ത്യക്കാരിലെ വിമോചനത്തിന് തടസ്സം നിൽക്കുന്ന ബ്രാഹ്മണിക് ഐഡിയോളജിയെ അല്ലേ? വളരെ ഷാർപ്പായ ഒരു ക്വസ്റ്റ്യനാണ്. ചെറുപ്പക്കാരൻ വളരെ രോഷാകുലനായിട്ടാണ് ചോദിക്കുന്നത്. അല്ല, അതിപ്പോൾ അങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്താൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പോയത് അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് ഇൻട്രസ്റ്റ് അങ്ങനെ, ഞാൻ കൊച്ചിലെ തന്നെ ചെറിയ ഏജിൽ തന്നെ ഈ ക്ലൗഡ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു മഞ്ഞ് നിറഞ്ഞ മലയാണെന്ന് തോന്നും. ഞാൻ കേരളത്തിൽ എവിടെയുണ്ട് മഞ്ഞ് നിറഞ്ഞ മല? ആ സമയത്ത് ഞാൻ പുസ്തകത്തിൽ കണ്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പണ്ടേ എൻ്റെ മനസ്സിനുള്ളിലുള്ളതാണ്. അതുകൊണ്ടാണ്. അല്ലാതെ അത് അല്ല, ഇറ്റ് ക്യാൻ ബി ഇൻറ്റർപ്രറ്റഡ് ലൈക്ക് ദാറ്റ്. അതിൻ്റെ ഇഫക്റ്റ് അങ്ങനെ ആവുമെന്ന് ചോദിച്ചാൽ, അപ്പോൾ താങ്കൾ പറഞ്ഞ് താങ്കളുടെ പൂർവ്വജന്മത്തിൽ താങ്കൾ ഒരു പക്ഷേ ഒരു ഹിന്ദു മത അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസധാരയിലുള്ള ഒരാളായിരുന്നു. ഹിന്ദു എന്ന് ഇപ്പോൾ ഈ മിസ്റ്റിക്കായിട്ടുള്ളവരെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ അതൊരു കൾച്ചറാണ്. ഇമേജസിലൊക്കെ ഉദാഹരണം പറഞ്ഞാൽ താങ്കൾ ആ പുസ്തകത്തിൽ തന്നെ ശിവനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഭയങ്കര ആർഡൻ്റ് ആയിട്ടൊരു ശിവായിട്ട് സംസാരിക്കുന്നതിനേക്കാൾ പാഷനോട് കൂടിയിട്ട്. പക്ഷേ ഞാൻ ശൈവായിട്ടല്ല. അല്ല, പക്ഷെ ആ പാഷൻ കാണുന്നുണ്ട്. അതെ, കാരണം റിലിജിയസ് സിമ്പിൾ ആയിട്ട് എടുക്കുന്നതിൽ ഒരു പാഷനാണത്. അല്ലാതെ പ്രത്യേകിച്ച് ശിവൻ എന്നുള്ള സാക്ഷനല്ല. അതൊന്ന്. രണ്ടാമത്, നാത്ത് സമ്പ്രദായം വഴിയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. മഹേശ്വർനാഥ് ബാബാജി നാത്ത് സമ്പ്രദായത്തിൽ നാത്ത് പന്തിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആദിനാഥ് എന്ന് പറയുന്നത് ശിവനായിട്ടാണ് അവർ കരുതുന്നത്.